എന്ന് ഞാൻ ഇറങ്ങട്ടെ, എല്ലാവരോടുമായി അവൻ പറഞ്ഞു. അയ്യോ മോനെ, വന്നിട്ടൊരു ചായ പോലും കുടിക്കാതെ പോവുകയാണോ? അതൊക്കെ പിന്നെ ഒരിക്കലാവാം ആൻറ്റി, ഇപ്പോൾ ഇത്തിരി തിരക്കുണ്ട്, ഇവളെ കൊണ്ടുവിടാൻ വന്നതാണ് ഞാൻ. എന്ന് ഞാൻ പോട്ടെ. ശരി മോനെ. ആ പിന്നെ ഈ സൺഡേ കാത്തുമോളുടെ ബർത്ത്ഡേ ആണ്, മോൻ വരണം. അധികം ആരുമില്ല, നമ്മൾ കുറച്ചു പേര് മാത്രം. അവനെ നോക്കി ഗോപിനാഥൻ പറഞ്ഞു. പിന്നെ എൻ്റെ കുഞ്ഞു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ അല്ലേ, ഞാൻ വരും. കാത്തുവിൻ്റെ കയ്യിൽ പിടിച്ച് അവൻ പറഞ്ഞു. അപ്പോൾ ശരി പോട്ടെ. വൈകയ്ക്കും കാത്തുവിന് നേരെ കൈവീശി കാറിൽ കയറി. അവൻ പോകുന്നത് നോക്കി വൈക നിന്നു. അത്താഴം കഴിച്ചു വന്ന് ഫോൺ എടുത്തു നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കാശിയുടെ കാര്യം അവൾ ഓർത്തത്. മാളിൽ വെച്ച് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവൾ അവൻ്റെ നമ്പർ വാങ്ങിയിരുന്നു. അവനെ വിളിക്കാൻ തുടങ്ങവേ അവളുടെ ഫോണിലേക്ക് അവൻ്റെ കോള് വന്നു. ഉടനെ തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹാ, നീ ആൾ കൊള്ളാലോ, ഫോണും കയ്യിൽ പിടിച്ചിരിക്കുമായിരുന്നോ നീ? അതെ, ഞാനിപ്പോൾ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിനാണല്ലോ. ആട്ടെ, എന്തിനാ വിളിക്കാനിരുന്നത്? ഒരു താങ്ക്സ് പറയാൻ. താങ്ക്സോ? എന്തിന്? ഇന്നത്തെ എൻ്റെ ദിവസം ഇത്ര സുന്ദരമാക്കി തന്നതിന്. അങ്ങനെയെങ്കിൽ ഞാനും നിന്നോട് താങ്ക്സ് പറയണ്ടേ? ബോറടിച്ചു നിന്ന എനിക്ക് നിന്നെ കൂട്ടുകിട്ടിയില്ലേ? അതല്ല കാശി, ഞാൻ ഒരിക്കലും ഇത്ര എൻജോയ് ചെയ്തിട്ടില്ല. ഞാൻ സത്യമാണ് പറഞ്ഞത്. ചിലപ്പോൾ അത്ര ആഴത്തിലുള്ള സൗഹൃദങ്ങൾ ഇല്ലാത്തത് കൊണ്ടാവാം. എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഫ്രണ്ട്സുമായൊന്നും ഞാൻ അങ്ങനെ ഷോപ്പിങ്ങിനും കറങ്ങാനൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച് കാശി, എനിക്കിത്ര നല്ല ഒരു ദിവസം തന്നതിന്. ദേ, നിന്റെ താങ്ക്സ് തൽക്കാലം കയ്യിൽ തന്നെ വെച്ചോ. എന്നിട്ട് ഇപ്പോൾ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അല്ല, നീ എന്തിനാ വിളിച്ചേ? അത് പറഞ്ഞില്ലല്ലോ. ഓ, ഞാൻ വെറുതെ വിളിച്ചതാ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരുപാട് സന്തോഷത്തോടെ ആ ദിവസത്തെ ഒരു പിടി നല്ല ഓർമ്മകളുമായി ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇടയ്ക്കിടയ്ക്ക് ഗേറ്റിലേക്ക് കണ്ണു നട്ട് നിൽപ്പാണ് വൈക. കാത്തുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുമായിരുന്നു. അധികം ആരെയും ക്ഷണിച്ചിട്ടില്ല. വളരെ ചെറിയൊരു ആഘോഷമാണ്. സമയമായിട്ടും കാശിയെ കാണാതെ നോക്കി നിൽപ്പാണ് വൈക. അവൾ ഫോണെടുത്ത് ഒന്നുകൂടെ അവനെ വിളിച്ചു നോക്കി. അപ്പോഴും പഴയ മറുപടി തന്നെ, സ്വിച്ച് ഓഫ്. അവൾ വീണ്ടും നിരാശയോടെ നോക്കി. അല്ല, മോൾ ഇവിടെ നിൽക്കുവാ? വാ, കാത്തുമോൾ അവിടെ ആൻറ്റിയെ എവിടെയെന്ന് ചോദിച്ച് ബഹളമാണ്. അത് ആൻറ്റി, ഞാനൊരു ഫോൺ ചെയ്യാൻ വന്നതാ, അകത്തേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. എന്നാ വാ. ഒരിക്കൽ കൂടെ തിരിഞ്ഞു നോക്കി അവൾ ഇന്ദുമതിയുടെ കൂടെ നടന്നു. അപ്പോഴേക്കും മുറ്റത്തൊരു കാറ് വന്നു നിന്ന സൗണ്ട് കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയതും കാറിൽ നിന്നും ഇറങ്ങുന്ന കാശിയെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. ആൻറ്റി അകത്തേക്ക് പൊക്കോ, ദാ ഞാൻ കാശിയെ കൂട്ടി ഇപ്പോൾ വരാം. ശരി മോളെ. വൈകുന്നേരം കാശിക്കരികിലേക്ക് നടന്നു. അവളെ കണ്ടതും കാശി ചിരിച്ചുകൊണ്ട് അവൾക്കരികിലേക്കെത്തി. എന്താണ് ഇത്ര ഗൗരവം? അവളുടെ മുഖം ശ്രദ്ധിച്ചതും അവൻ തിരക്കി. നിന്റെ ഫോൺ എവിടെ കാശി? ഞാൻ എത്ര തവണ വിളിച്ചു? അവൾ ഗൗരവത്തോടെ അവനോട് പറഞ്ഞു. ഓ സോറി, അത് ചാർജ് തീർന്നതാവും. നീ കുറെ വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല. അവൾ ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു. ഓ സോറി എടോ, മനഃപൂർവ്വം അല്ലല്ലോ. ഈ ദേഷ്യമൊന്ന് മാറ്റി നീ. എന്നിട്ടൊന്ന് ക്യൂട്ടായിട്ടൊന്ന് ചിരിക്ക്. അവൻ അത് പറഞ്ഞതും അവളുടെ ചുണ്ടിലും ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. ഹാ, ഇപ്പൊ കിടുവായിട്ടുണ്ട്. മതി മതി, വാ അകത്തേക്ക് പോവാം. വൈക കാശിയെയും കൂട്ടി അകത്തേക്ക് പോയി. കാശിയെ കണ്ടതും കാത്തു ഓടി വന്നു കാശിക്കരികിലേക്ക്. അവൻ അവളെ പൊക്കിയെടുത്തു. ഹാപ്പി ബർത്ത്ഡേ കാത്തുക്കുട്ടി. അവളുടെ കവിളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് കാശി പറഞ്ഞു. അവൻ്റെ കയ്യിലിരുന്ന ഗിഫ്റ്റ് പാക്കറ്റ് അവളുടെ കയ്യിൽ കൊടുത്തു. താങ്ക്സ് അങ്കിൾ. കാത്തു ഒരു ചെറു പുഞ്ചിരിയോടെ കാശിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്നാ ഇനി കേക്ക് മുറിക്കാം. ഗോപിനാഥൻ പറഞ്ഞതും കാശി കാത്തുവിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടു നിർത്തി. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് കാശിയും വൈകയും അവളുടെ റൂമിനോട് ചേർന്ന ബാൽക്കണിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ശരിക്കും ഈ നഗരം എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ വൈക? ആവോ, എനിക്കറിയില്ല കാശി. അവൾ പറഞ്ഞതും കാശി അവളെ തുറിച്ചു നോക്കി. 2-3 കൊല്ലായി നീ ഇവിടെയല്ലേ താമസിക്കുന്നേ, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ വൈക? അങ്ങനെ മനസ്സിലാവാൻ ഈ നഗരം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കാശി. കോളേജിൽ പോവും, പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങിന് ഫിനിക്സ് മാളിൽ പോവും, അത്രേ ഉള്ളൂ. ബാക്കിയൊന്നും എനിക്കറിയില്ല. അത് കേട്ടതും വീണ്ടും കാശി അവളെ തുറിച്ചു നോക്കിയിരിപ്പുണ്ട്. ഞാൻ നിന്നോട് അന്ന് പറഞ്ഞത് സത്യമാണ് കാശി. എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിച്ചൊരു സൗഹൃദവും എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോവാനും മടിയാണ്. ഓഹോ, ഇങ്ങനെ ഒന്നിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. നിനക്കെന്താ ഫ്രണ്ട്സ് ഒന്നുള്ളത് ഇഷ്ടമല്ലേ? ഒരുപാട് ഇഷ്ടമാണ് കാശി. ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നറിയുമ്പോൾ പിന്നെ എന്നോടൊരു സഹതാപമാണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടി, ഒരു അനാഥയോട് പോലെയുള്ള സഹതാപം, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാശി.
ആ സഹതാപമല്ല എനിക്ക് വേണ്ടത്. പതിയെ പതിയെ ഞാനും എൻ്റെ മാത്രം ലോകത്തേക്ക് ഒതുങ്ങി. യു നോ, കാശിയെ പരിചയപ്പെട്ട് ഇത്രയായിട്ടും ഒരിക്കൽ പോലും എന്നോട് അങ്ങനെ ഒരു സഹതാപം കാണിക്കാത്തത് നീ മാത്രമാണ്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇത്ര അടുത്തതും. വൈഗയുടെ കണ്ണുനീർ കണങ്ങൾ അവളുടെ കണ്ണിൽ തിളങ്ങി നിന്നു. കാശി അവളുടെ അരികിലേക്ക് നിന്ന് അവളെ ചേർത്തു നിർത്തി. ഇതുവരെ നീ കാണാത്ത ഈ നഗരത്തിൻ്റെ ഭംഗി ഞാൻ കാണിച്ചു തന്നാൽ പോരെ നിനക്ക്? അവൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. പതിയെ അവളിലേക്കും ആ ചിരി പടർന്നു. പിന്നെ ഒരു കാര്യം, അവസാനം കറക്കം മാത്രമായി പഠനം ഗോവിന്ദ ആവരുത്. ഓ പിന്നെ അതൊന്നുമില്ല, ഞാൻ നന്നായി പഠിക്കും. അത് കണ്ടാൽ മതി. അവസാനം വല്ല സപ്ലിക്കേഷൻ കോഴ്സും ചെയ്യാൻ ഉദ്ദേശമുണ്ടേ ഇപ്പോൾ പറയണം. തന്ന വാക്ക് ഞാനങ്ങ് പിൻവലിച്ചോളാം. അയ്യടാ, ചീഞ്ഞ കോമഡി ആയിട്ട് ഇറങ്ങിയേക്കുവാ. അപ്പോൾ എങ്ങനെ, നമ്മൾ അടിച്ചു പൊളിക്കുവല്ലേ ഈ ബാംഗ്ലൂർ ഡേയ്സ്? അത് പറഞ്ഞതും അവൻ തൻ്റെ കൈ അവൾക്ക് നേരെ നീട്ടി. ഡബിൾ ഓക്കെ. അവൾ തൻ്റെ കൈ അവൻ്റെ കൈയുടെ മുകളിൽ വെച്ചു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ടൈം കുറേ ആയി. കാശി അത് പറഞ്ഞതും വൈഗ സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. ആൻറ്റി, എന്താ കാത്തുമോളെ, നമുക്ക് ഗിഫ്റ്റ് എല്ലാം നോക്കണ്ടേ? ആൻറ്റിയും അങ്കിളും വാ. കാത്തു രണ്ടാളുടെ കൈ പിടിച്ച് വലിച്ചു. മോളും ആൻറ്റിയും കൂടി ഗിഫ്റ്റൊക്കെ നോക്കിക്കോ. അങ്കിള് പോവാ മോളെ. വേണ്ട അങ്കിൾ ഇപ്പോൾ പോവണ്ട പ്ലീസ് അങ്കിൾ. അങ്കിളിന് പോയിട്ട് ഒരു അത്യാവശ്യ കാര്യം ഉള്ളതുണ്ടല്ലേ. ഇനി വേറൊരു ദിവസം വരാം. അന്ന് ഫുള്ള് കാത്തുമോളുടെ കൂടെ അടിച്ചു പൊളിക്കും പോരെ? ഉറപ്പായും ഉറപ്പായും. ഇപ്പോൾ അങ്കിൾ പോട്ടെ, തിരക്കാഞ്ഞിട്ടല്ലേ. എന്നാ ശരി. എന്നൊരു ഉമ്മതാ. കാശി കുനിഞ്ഞു നിന്നതും കാത്തു അവൻ്റെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിളിൽ ഉമ്മ കൊടുത്തു. താഴെ ചെന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ പോകാനിറങ്ങി. വൈഗയും കാത്തുമോളും അവൻ്റെ കൂടെ കാറിനടുത്ത് വരെ ചെന്നു. വണ്ടിയിൽ കയറി അവരെ കൈ ഉയർത്തി കാട്ടി കാശിയുടെ കാറ് ഗേറ്റ് കടന്നുപോയി. അല്പനേരം അവൻ പോയ വഴിയെ നോക്കി നിന്ന് കാത്തുവിൻ്റെ കൈയും പിടിച്ച് അവൾ തിരികെ അകത്തേക്ക് കയറി. വൈഗയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൾക്ക് മുന്നിൽ സൗഹൃദത്തിന്റെ പുതിയ ലോകം തന്നെ കാശി അവൾക്ക് തുറന്നുകൊടുത്തു. അവളുടെ ദിനങ്ങൾ അവനിൽ തുടങ്ങി അവനിൽ തന്നെ അവസാനിച്ചു. ബാംഗ്ലൂർ എന്ന നഗരത്തിന്റെ മുഴുവൻ സൗന്ദര്യവും അവൾ അറിഞ്ഞത് കാശിയിലൂടെ ആയിരുന്നു. ഫീനിക്സ് മാളിൽ സിനിമ കാണാൻ വന്നതായിരുന്നു വൈഗയും കാശിയും. അത് കഴിഞ്ഞ് ഫുഡ് കോർട്ടിൽ ജ്യൂസ് കുടിക്കാൻ കയറി. ഏത് ജ്യൂസാണ്? പൈനാപ്പിൾ പറയട്ടെ? വേണ്ട കാശി, പൈനാപ്പിൾ എനിക്ക് അലർജിയാണ്. ഓറഞ്ച് മതി. ഓക്കെ, എങ്കിൽ 2 ഓറഞ്ച് ജ്യൂസ് പറയാം. അവൻ പോയി 2 ഓറഞ്ച് ജ്യൂസുമായി അവൾക്കരികിൽ വന്നിരുന്നു. ഹേയ് കാശി. അവർക്കരികിലേക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി അവർക്കരികിലേക്കെത്തി. ഹായ് വർഷ, നീ എന്താ ഇവിടെ? ഞാൻ ദേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. അപ്പോൾ നീ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. അല്ല, ഇതാരാ? വൈഗയെ നോക്കി അവൾ ചോദിച്ചു. ഇത് വൈഗ, എൻ്റെ ഫ്രണ്ടാണ്. ഇവിടെ എൻജിനീയറിങ്ങിന് പഠിക്കുവാണ്. ഞങ്ങളൊരു ഫിലിം കാണാൻ ഇറങ്ങിയതാ. വൈഗ, ഇത് വർഷ, എൻ്റെ ഫ്രണ്ടാണ്. ഇവളിവിടെ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചവരാണ്, ഒരേ നാട്ടുകാരും. കാശി ഇരുവരെയും പരിചയപ്പെടുത്തിയതും രണ്ടുപേരും പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചു. എങ്കിൽ ശരി, ഞാൻ ചെല്ലട്ടെ. അവരവിടെ വെയിറ്റ് ചെയ്യുക. ശരി, എന്നാൽ ചെല്ല്. ഇരുവരെയും നോക്കി ചിരിച്ച് അവൾ പുറത്തേക്ക് പോയി. അവിടുന്ന് നേരെ പോയത് അവർ ബീച്ചിലേക്കായിരുന്നു. സിന്ദൂര ശോഭ പടർത്തി കടലിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സൂര്യനെ നോക്കി കാശിയുടെ തോളിൽ തല ചായ്ച്ചിരിക്കുകയായിരുന്നു വൈഗ. വൈഗ, എന്താ? അല്ല, നിനക്ക് ഈ ഒരൊറ്റ പേരേ ഉള്ളൂ? എന്ത് ചോദിച്ചേ? അപ്പോൾ എല്ലാവരും നിന്നെ വൈഗ എന്നല്ലേ വിളിക്കുന്നേ? അതേല്ലോ, എന്തു പറ്റി? അപ്പം ഞാനിനി അങ്ങനെ വിളിക്കുന്നില്ല. അതെന്താ? അവൾ അവൻ്റെ തോളിൽ നിന്നും മുഖം ഉയർത്തി അവനെ നോക്കി. പിന്നെ വേറെ പേര് വിളിക്കാം. വേറെ പേരോ? അതെന്തിനാ? നീ എനിക്ക് വളരെ സ്പെഷ്യലല്ലേ. അപ്പോൾ എല്ലാവരും വിളിക്കുന്ന പോലെ അല്ലാതെ എനിക്ക് മാത്രം വിളിക്കാനാണ് പുതിയ പേര്. ആഹാ, എന്നിട്ട് കണ്ടുപിടിച്ചോ പേര്? ആമി. ആമിയോ? ഈ പേരിന് പിന്നിൽ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയോടുള്ള നിന്റെ ആരാധനയും ഉണ്ടല്ലോ, ശരിയല്ലേ? അങ്ങനെ ചോദിച്ചാൽ ഉണ്ട്. എന്നോ മനസ്സിൽ പതിഞ്ഞ പേരാണ്. അത്രമേൽ പ്രിയമുള്ള ഒരാളെ വിളിക്കാൻ കരുതി വെച്ചിരുന്ന പേര്. എന്തേ, നിനക്കിഷ്ടമായില്ലേ? പിന്നെ ഒരുപാട്. അവൾ വീണ്ടും കാശിയുടെ തോളിലേക്ക് ചാഞ്ഞു. അപ്പോൾ ഇന്നു മുതൽ എനിക്ക് നീ ആമിയാണ്, കാശിയുടെ മാത്രം ആമി. അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. മുഖത്തൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. അത്താഴം കഴിച്ചു വന്നപ്പോൾ ആണ് കാശിയുടെ മിസ് കോൾ കണ്ടത്. ഉടനെ തന്നെ അവൾ തിരികെ വിളിച്ചു. ഹലോ, നീ വിളിച്ചിരുന്നു അല്ലേ? ഞാൻ ഫുഡ് കഴിക്കാൻ താഴെ പോയി. നീ കഴിച്ചോ? എപ്പോഴേ കഴിച്ചു. നിന്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ 10 മണിയാവുമ്പോൾ വന്നേക്കാം. എനിക്ക് നാട്ടിൽ പോവാൻ തോന്നുന്നില്ല കാശി. നിന്നെ ഞാൻ ശരിക്കും മിസ് ചെയ്യുവടാ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നാട്ടിൽ പോവണ്ട. ഇപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ചു പറ വരുന്നില്ല, ഇവിടെ നിന്നോളാമെന്ന്. അയ്യോ, അവർക്ക് സങ്കടമാവില്ലേ? എല്ലാം കൂടെ പറഞ്ഞാൽ എങ്ങനെ നടക്കും ആമി?
നിനക്ക് പോകാനും ഇഷ്ടമല്ല, പോണോ എന്ന് നിർബന്ധവും. അതല്ല കാശി, 2 മാസം നിന്നെ കാണാതെ പറ്റില്ലല്ലോ. എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ല അമ്മേ. നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിന്റെ സങ്കടം എല്ലാം മാറിക്കോളും. അതുകൊണ്ട് സന്തോഷത്തോടെ പോയി വാ. എന്നെ പറഞ്ഞു വിടാൻ എന്താ ഉത്സാഹം നിനക്ക്? ഒരു വിഷമവും ഇല്ലേ കാശി? എന്നെ നീ മിസ് ചെയ്യില്ലേ? എന്തിന്? സത്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 2 മാസം സമാധാനം കിട്ടുമല്ലോ. ഓഹോ, അപ്പം അതാണല്ലേ മനസ്സിലിരിപ്പ്. ഇനി ആമിയൊന്ന് വിളിച്ചു വാ, ബാക്കി ഞാൻ അപ്പോൾ പറയാം. ഞാൻ വയ്ക്കുവാ. പിന്നെ നാളെ എന്നെ കൊണ്ടുപോവാൻ നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ പൊന്നാമി, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നിന്നെ കാണാതെ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ ആമി? പിന്നെ വെക്കേഷനായിട്ട് നാട്ടിൽ പോവാതെ ഇവിടെ നിൽക്കാൻ പറ്റുമോ ആമി? നാട്ടിൽ പോയാലും ഡെയിലി വിളിക്കാലോ. 2 മാസം കഴിഞ്ഞ് നീ വീണ്ടും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. സോ എൻ്റെ ആമിമോള് കൂടുതൽ ആലോചിച്ച് തല പുകയ്ക്കണ്ട. ഇപ്പോൾ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ കാണാം നമുക്ക്. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആമി. അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾ പോകുന്നതിൽ അവനും നല്ല വിഷമമുണ്ടായിരുന്നു. അവളെപ്പോലെ തന്നെ അവൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും അവൻ്റെ ആമിയിലാണ്. അത്രമേൽ അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. അവൾ തനിക്ക് വെറും ഒരു സുഹൃത്ത് മാത്രമല്ല എന്ന് അവൻ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു.